റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ച് തണുത്ത ശേഷം മിക്സിയിൽ ഒന്ന് അരച്ച് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു പരിപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ പരിപ്പ് തയ്യാറാക്കുന്നതിനായി 200 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചെറുപയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ഇത് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ച് മാറ്റി വെച്ച് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്നരച്ചെടുക്കാം. പയർ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. 2 വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പുഴുങ്ങിയ പയർ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അതിനായി 1 മുറി തേങ്ങയുടെ പീരയാണ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ചുവന്നുള്ളി 2ആയി കീറിയത്, 3 ഇതൾ വെളുത്തുള്ളി 2ആയി കീറിയത്, 1 വലിയ പച്ചമുളക് മുറിച്ചത് ഇവ ചേർത്ത് പാകത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. വെള്ളം അല്പമേ ചേർക്കാവൂ, കൂടുതൽ ചേർത്താൽ നന്നായി അരഞ്ഞു കിട്ടുകയില്ല. ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. പരിപ്പിൻ്റെ ഗ്രേവി നന്നായിട്ട് അരച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. പുഴുങ്ങിയ പയർ നന്നായി തണുത്തപ്പോൾ അരയ്ക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ പയർ വളരെ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നന്നായി വെന്തത് കൊണ്ട് അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒഴിവാകുകയും അടിപൊളി ടേസ്റ്റിലുള്ള പരിപ്പ് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിച്ച് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മൾ പരിപ്പിന് കടുക് താളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുത്തു. ബ്രൗൺ നിറമായപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്